കോഴിക്കോട്ടെ ബി.ജെ.പിയുടെ ജയന്റ് കില്ലർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ടി റെനീഷാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ നേട്ടമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സൃഷ്ടിച്ചത്. പ്രത്യേകിച്ചും സൗത്തിലും നോർത്തിലുമൊക്കെ ഒരുപാട് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഒരുപാടിടത്ത് സീറ്റ് നല്ല മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ? ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിൽ വരും, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം മാറി മാറി ഭരിച്ചിട്ടുള്ള രണ്ട് മുന്നണികളും ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ UDF LDF നടന്നുകൊണ്ട് അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ പോലും അതാത് മുന്നണികളിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ്. അവർ തുറന്നു പറയാൻ തുടങ്ങി തങ്ങളുടെ മുന്നണികളുടെ ദുരാവസ്ഥയെക്കുറിച്ച്, അവിടുത്തെ ഏകാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച്. സ്വന്തം കുടുംബാധിപത്യമാണ് നടക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പറയുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതൊക്കെ ഒരു കുടുംബാധിപത്യത്തിന്റെ, തങ്ങൾക്കും തങ്ങളുടെ കുടുംബങ്ങൾക്കും സുഖിച്ച് ജീവിക്കാനുള്ള ഒരു മേഖലയായി രാഷ്ട്രീയ പ്രവർത്തനത്തെ, പൊതുപ്രവർത്തനത്തെ ഇവരൊക്കെ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന വലിയ ജനത ഇന്നുണ്ട്. അന്ധമായ രാഷ്ട്രീയമൊക്കെ അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന അന്ധമായ രാഷ്ട്രീയ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ തെറ്റും ശരിയും മനസ്സിലാക്കി സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ആത്മവിശ്വാസം ഞങ്ങൾ പറയുന്നു, ഒരു പുതിയ ഗവൺമെന്റ് ഇവിടെ വരണമെന്ന്. ഇവിടുത്തെ സാധാരണക്കാരന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പൊ PMAY 2.0 ആയിരക്കണക്കിന് പേർക്ക് വീടില്ല. നമ്മുടെ ഈ കേരളത്തിൽ ആയിരക്കണക്കിന് വീടില്ലാത്ത ആളുകളാണ്. ഇവിടെ അതിദാരിദ്ര്യമുക്ത ജില്ലയും സംസ്ഥാനമായി പ്രഖ്യാപിച്ച സ്ഥലത്താണ് ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ല. ആ വീട് ഉണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയെ PMAY 2.0 ഇതുവരെ ഒപ്പുവെച്ചിട്ടുള്ള ഈ ഗവൺമെന്റ് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതി, ആയുഷ്മാൻ ഭാരത് പദ്ധതി, ആരോഗ്യ പദ്ധതി നമ്മുടെ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടില്ല. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, ജൽജീവൻ മിഷൻ, അമൃത് പദ്ധതി കൂടെ കൊടുക്കുന്ന പദ്ധതി ഇതുവരെ ഇപ്പോഴും കേരളത്തിൽ കുടിവെള്ളം കിട്ടാത്ത ആളുകളുണ്ട്. ഞാൻ മറ്റ് വലിയ കാര്യങ്ങൾ പറയാതെ ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞത്, റോഡിന്റെ വികസനമോ അല്ലെങ്കിൽ വലിയ മൾട്ടി ഹബ്ബുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് ഏറ്റവും സാധാരണക്കാരന്റെ ആവശ്യം കഴിഞ്ഞ് മാറി വരച്ച് ഈ രണ്ടു സർക്കാരുകൾ കാണിച്ചില്ല. 1-2 പദ്ധതികൾ നൽകി അത് വലിയ പത്രപരസ്യങ്ങൾ കൊടുത്ത് PR വർക്കുകൾ നടത്തി അധികാര ദുർവിനിയോഗം നടത്തുകയാണ് ഈ രണ്ട് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന, സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരു MLAയും മന്ത്രിയേക്കാണ് അവർക്ക് ആവശ്യം. ഒരു മുഖ്യമന്ത്രിയാണ്, അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് ആവശ്യം. ജനങ്ങളുടെ കൂടെ അവരുടെ കൈപിടിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള മന്ത്രിമാരെയും MLAമാരെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മന്ത്രി, ഞങ്ങളുടെ പല മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് നേരിട്ട് പോയി കാണാനും സംസാരിക്കാനും അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയാനും അത് കേൾക്കാനും ഒക്കെ ഉള്ള ആളുകളെ കാണുന്നുണ്ട് അവർ. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഈ പ്രാവശ്യം ഒരു പുതിയ ഗവൺമെന്റ് വരും. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ നേതൃത്വത്തിലായിരിക്കും ഒരു ഗവൺമെന്റ് ആയിരിക്കും. ഈ പുതിയറയിൽ നിന്ന് വിജയിച്ചു, പിന്നീട് പൊറ്റമ്മൽ ജയിച്ചു. പൊറ്റമ്മൽ മുൻ മേയർ ബീന ഫിലിപ്പിന്റെ ഡിവിഷനാണ്. CPMന് വലിയ സ്വാധീനമുള്ള വാർഡുകൾ കൂടിയാണ് ഇതൊക്കെ. എങ്ങനെ കാണുന്നു? ആ വാർഡുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലത്തിലാണ് താങ്കൾ മത്സരിക്കുന്നത് അല്ലേ? സൗത്ത് നിയോജക മണ്ഡലത്തിലെ സംബന്ധിച്ച് 5 കൌൺസിലർമാരുണ്ട് ഞങ്ങൾക്ക്. മാറോഡിന്റെ ചെറിയ ഭാഗം കൂടത്തിൽ 5 കൌൺസിലർമാരും ഒരു ചെറിയ ഭാഗവും ഉൾപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, CPMന് സ്വാധീനമുണ്ടോ UDFന് സ്വാധീനമുണ്ടോ എന്നുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങൾ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി കൃത്യമായി ആളുകളെ വിലയിരുത്തുന്നുണ്ട്. ആര് എന്ത് ചെയ്യും, അവർ വിജയിച്ചു വന്നാൽ പൊതുജനങ്ങൾക്ക് ഗുണമുണ്ടാവുമോ, ഞങ്ങൾക്ക് പോയിട്ട് എടാ റെനീഷ എന്ന് വിളിക്കാൻ പറ്റാവുന്ന അത്തരത്തിലുള്ള അമ്മമാരുണ്ട്. എടാ റെനീഷ, ഒരു കാര്യം എനിക്കുണ്ടാ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു MLA വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെ റെനീഷ് ഏട്ടാ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് പറയുന്ന പറ്റാവുന്നല്ലേ, അല്ലെ റെനീഷെ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് നേരിട്ട് വിളിക്കാൻ പറ്റാവുന്ന ഒരു MLA അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ നിങ്ങൾ പറഞ്ഞ ഈ പുതിയറയിലും പൊറ്റമ്മലിലൊക്കെ എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. ഞാൻ അവരിൽ ഒരാളാണ്. അല്ലാതെ നാളെ ഞാനൊരു MLA ആയ ഞാനെന്തോ വലിയൊരാളായി പോയി, അല്ലെങ്കിൽ ഞാനൊരു കൌൺസിലറായ വലിയൊരാളായി പോയി എന്നത് ഒരു പെരുമാറ്റ ശൈലിയൊക്കെ ആളുകൾ ഇനി അക്സെപ്റ്റ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ നിയമസഭയിൽ കാര്യങ്ങൾ സംസാരിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും അവർക്കൊരു MLA വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ആ ഒരു ആത്മവിശ്വാസമാണ് എന്നെ വിജയം എനിക്ക് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെന്റെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ ഒരു MLA ആയി അവർക്ക് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാൻ നിയമസഭയിൽ ഒരാൾ വേണമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. മെയ് 4 വോട്ടെണ്ണുമ്പോൾ താമര ചിഹ്നത്തിൽ ടി റെനീഷ് വിജയിച്ചിരിക്കുന്നു. ഒരു ഓഫർ നൽകുന്നുവെന്ന് ഇങ്ങനെ കേട്ടു. വീട് അല്ലേ? എത്ര വീടുകളാണ്? അതെന്താണ് അതിന്റെ ഒരു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PMAY 2.0 കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പൊറ്റമ്മൽ മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു 8 ഫാമിലി താമസിക്കുന്നത് ഞാനത് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സ്ഥലമെടുപ്പ് ഇപ്പോൾ ഞങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. സ്ഥലങ്ങൾ കണ്ടെത്തി 2.6
സ്ഥലം 2.5 സെന്റ് ഏകദേശം സ്ഥലം നമ്മൾ കണ്ടെത്തി. കൊടുങ്ങോളിക്കുന്ന് തന്നെ അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 5 വർഷ കാലഘട്ടത്തിനുള്ളിൽ വീടുണ്ടാക്കി കൊടുക്കുന്ന പറയും. ഞാൻ ഇപ്പം 100 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾ ഏകദേശം ഒരു 6 മാസം കൊണ്ട് അവർക്ക് ആ വീട് പണി പൂർത്തീകരിക്കാൻ കൊടുക്കും. സമാന രീതിയിൽ 50 വീടുകൾ, ഞാനിത് മീഡിയന്റെ മുന്നിൽ പറയുന്നത്, ഞാൻ MLA ആയി കഴിഞ്ഞാൽ എൻ്റെ ആ കാലഘട്ടത്തിനുള്ളിൽ 50 വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് 50 വീടുകൾ സ്വന്തം നിലയിൽ, അതായത് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ ഞങ്ങളത് ഉണ്ടാക്കി കൊടുക്കും. അത് എൻ്റെ പ്രകടന പത്രികകൾ ഒളിപ്പിക്കും. 50 വീട് നമ്മൾ ഈ നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ നോട്ട് ചെയ്തു കൊടുക്കും. അതായത് സംസ്ഥാന സർക്കാരിനോ കേന്ദ്രത്തിനോ ഒന്നും പദ്ധതിയില്ല. ഒരു സർക്കാരിന്റെ സഹായമില്ലാതെ പൊതുജനങ്ങളുടെ സഹായത്തോടെ 50 വീടുകൾ നിർമ്മിച്ചത്. എന്തായാലും അതാണ് അദ്ദേഹം നൽകുന്ന വാഗ്ദാനം. അട്ടിമറികൾ തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. സൗത്തിൽ വലിയ മുന്നേറ്റം BJP ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച ഇത്തവണ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് റനീഷ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.